Hi dears, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ BBA ഓണേഴ്സിന് മേജറായിട്ടും BCom ഓണേഴ്സിന് മൈനറായിട്ടും വരുന്ന ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന പേപ്പറിന്റെ ഒരു എക്സാം ഓറിയന്റഡ് ക്ലാസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് സിലബസിൽ 5 മൊഡ്യൂളുകളാണുള്ളത്. അതിൽ ഒരു മൊഡ്യൂള് ഓപ്പൺ മൊഡ്യൂളാണ്. 4 മൊഡ്യൂളാണ് എക്സാമിന് വേണ്ടി പഠിക്കാനുള്ളത്. അപ്പോൾ 4 മൊഡ്യൂളിലെയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലേ, ഏതെല്ലാം ചോദ്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം നൽകണം, ഏതെല്ലാം ഏരിയയിൽ നിന്ന് പ്രോബ്ലം വരും എന്നീ കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് പരിശോധിക്കാം. മൊഡ്യൂൾ 1 ടൈം വാല്യൂ ഓഫ് മണി ആൻഡ് സോഴ്സസ് ഓഫ് ഫിനാൻസിങ്. ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് 2 ഏരിയകളാണ്. ഒരു ഏരിയ ടൈം വാല്യൂ ഓഫ് മണി, മറ്റൊരു ഏരിയ സോഴ്സസ് ഓഫ് ഫിനാൻസിങ്ങും. ഈ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം. എങ്കിലും നമ്മുടെ ഈ ഒരു പേപ്പറിന്റെ പേര് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. അതുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള 2 കോൺസെപ്റ്റുകൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട, ഈ ഒരു പേപ്പർ പഠിക്കുമ്പോൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ് വാട്ട് ഈസ് ഫൈനാൻസ്. നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കുക. ഫൈനാൻസ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുന്ന മീനിങ് ആണ് മാനേജ്മെന്റ് ഓഫ് മണി അല്ലേ. പണം നമ്മൾ എന്ത് ചെയ്യുക, മാനേജ് ചെയ്യാം. ഫൈനാൻസ് മീൻസ് മാനേജ്മെന്റ് ഓഫ് മണി. മറ്റൊരു മീനിങ് പറയുകയാണെങ്കിൽ പ്രോസസ് ഓഫ് അക്വയറിംഗ് ആൻഡ് യൂട്ടിലൈസിങ് ഫണ്ട് ബൈ എ ബിസിനസ്. ഒരു ബിസിനസ് ഏതെല്ലാം രീതിയിലാണ് ഫണ്ട് അക്വയർ ചെയ്യുന്നത്, ഏതെല്ലാം രീതിയിലാണ് ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് പറയുന്ന കോൺസെപ്റ്റ് ആണിത് ഫൈനാൻസ്. പിന്നീട് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കോൺസെപ്റ്റാണ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്. 3 മാർക്കുകൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. നമ്മുടെ ബുക്കിന്റെ പേരും കൂടിയാണ്. അപ്പോൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യാം, ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഒരു മീനിങ്ങും ഒരു ഡെഫിനേഷനും നിർബന്ധമായിട്ടും പഠിക്കാം. ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ഓഫ് ഫേംസ് ഫൈനാൻഷ്യൽ റിസോഴ്സ്. ഒരു സ്ഥാപനത്തിന്റെ ഫൈനാൻഷ്യൽ റിസോഴ്സുകൾ പ്ലാനിങ്ങും കൺട്രോളിങ്ങും വരുത്തുക. അതായത് മാനേജ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഫംഗ്ഷനാണിത്, പ്ലാനിങ് കൺട്രോളും. അത് ഫൈനാൻസിൽ അപ്ലൈ ചെയ്യുക. അപ്ലിക്കേഷൻ ഓഫ് മാനേജ്മെന്റ് ഇൻ ദി ഫീൽഡ് ഓഫ് ഫൈനാൻസ് ഈസ് നോൺ ആസ് ദി ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്. പിന്നീട് ഇവിടെ മെയിനായിട്ട് വളരെ പ്രാധാന്യത്തോടു കൂടി പഠിക്കേണ്ട ഒരു കോൺസെപ്റ്റാണ് ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഷോർട്ടായിട്ട് TVM എന്ന് പറയും. ടൈം വാല്യൂ ഓഫ് മണി കൊണ്ട് അർത്ഥമാക്കുന്നത് ടൈമിനനുസരിച്ച് എന്ത് മാറും, വാല്യൂ ഓഫ് മണി മാറും. എ റുപ്പി റിസീവ്ഡ് ടുഡേ മോർ ദാൻ വർത്ത് ഓഫ് റുപ്പി റിസീവ്ഡ് ടുമോറോ. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട മേജർ കൊട്ടേഷൻ ആണ് എ റുപ്പി റിസീവ്ഡ് ടുഡേ മോർ ദാൻ വർത്ത് ഓഫ് റുപ്പി റിസീവ്ഡ് ടുമോറോ. നമ്മൾ ഇന്ന് സ്വീകരിക്കുന്ന 1 രൂപക്ക് നാളെ എന്തുണ്ട്, അതിലേറെ മൂല്യം ഉണ്ട്. കാരണം എന്താ, ടൈം മാറി. അപ്പൊ എന്തിനും വാല്യൂ ഓഫ് മണി മാറ്റം വരും. ഈ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ എന്താണ് ടൈം വാല്യൂ ഓഫ് മണി കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. 3 മാർക്കിനൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുള്ള ചോദ്യമാണ്. ദെൻ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. പിന്നീട് ഇവിടെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട 2 ഏരിയയാണ്. ഒന്ന് കോമ്പൗണ്ടിങ്ങും ഒന്ന് ഡിസ്കൗണ്ടിങ്ങും. ഈ 2 കോൺസെപ്റ്റ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും വരാൻ സാധ്യതയുണ്ട്. വളരെ എളുപ്പമുള്ള ഒരു ഏരിയയാണ്. കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ഫ്യൂച്ചർ വാല്യൂ. നമ്മൾ ഫ്യൂച്ചർ വാല്യൂ കണ്ടെത്താം. ഇപ്പോൾ പറയാണ്, ഞാൻ ഒരു 5000 രൂപ 5 കൊല്ലത്തിന് ഒരു ബാങ്കിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ അല്ലെ, ഭാവിയിൽ എനിക്ക് എത്ര രൂപ ഇൻട്രസ്റ്റ് അടക്കം കിട്ടും. അതാണെന്ത് കോമ്പൗണ്ടിങ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ എന്താണ് കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ വാല്യൂ കണ്ടെത്തുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പ്രോബ്ലംസ് ഉണ്ട്, പല മെത്തേഡുകളും ഉണ്ട്. അപ്പോൾ ഓരോ മെത്തേഡിലും വരുന്ന പ്രോബ്ലംസ് അറിഞ്ഞിരിക്കണം, കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഏരിയയാണ്. ദെൻ ഡബ്ലിംഗ് പീരിയഡ്. ഡബ്ലിംഗ് എന്ന് പറഞ്ഞാൽ അല്ലെ, ഡബിൾ ആകുക എന്നുള്ള അർത്ഥം തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു 5000 രൂപ എത്ര കൊല്ലം കൊണ്ട് 10000 രൂപ ആകും. അതാണ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്, ഡബ്ലിംഗ് പീരിയഡ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ എത്ര കാലാവധി എടുക്കും ഒരു എമൗണ്ട് ഡബിൾ ആവാൻ വേണ്ടി. ആ ഒരു കോൺസെപ്റ്റും കൃത്യമായിട്ട് മനസ്സിലാക്കാം. ദെൻ ഡിസ്കൗണ്ടിങ് ആണ്. പ്രസന്റ് വാല്യൂ കണ്ടെത്തുന്നതിനാണ് ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്.
അപ്പോൾ ഫ്യൂച്ചർ വാല്യൂ കണ്ടെത്തുന്നതിന് കോമ്പൗണ്ടിങ് എന്നും പ്രസന്റ് വാല്യൂ കണ്ടെത്തുന്നതിന് ഡിസ്കൗണ്ടിങ് എന്നും. പ്രോസസ് ഓഫ് ഫൈൻഡിങ് പ്രസന്റ് വാല്യൂ ഈസ് നോൺ ആസ് ദി ഡിസ്കൗണ്ടിങ്. ഡിസ്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് കൂടിയും കൃത്യമായിട്ട് പഠിക്കാം. നമ്മൾ പ്രസന്റ് വാല്യൂ ടേബിൾ വെച്ചിട്ടാണ് പല പ്രോബ്ലംസും ചെയ്യാറുള്ളത്. അപ്പോൾ പ്രസന്റ് വാല്യൂ ടേബിളൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഡിസ്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട പ്രോബ്ലം കൂടി പഠിക്കാം. ചിലപ്പോൾ ഒരു 3 മാർക്കിൻ്റെയോ 5 മാർക്കിൻ്റെ ഒക്കെ ചോദ്യം ഈ ഒരു ഏരിയയിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ കൃത്യമായിട്ട് പഠിക്കുക. കോമ്പൗണ്ടിങ്ങും ഡിസ്കൗണ്ടിങ്ങും അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നെക്സ്റ്റ് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട 2 സിമ്പിൾ കോൺസെപ്റ്റുകളാണ്. എന്താണ് ആനുറ്റി, അതുപോലെ തന്നെ എന്താണ് പെർപെച്യൂറ്റി. ആനുറ്റി എന്ന് പറഞ്ഞാൽ സീരീസ് ഓഫ് പേയ്മെന്റ് മെയ്ഡ് അറ്റ് റെഗുലർ ഇന്റർവെൽസ് ഫോർ എ സ്പെസിഫിക് പീരിയഡ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പേയ്മെന്റ് നൽകേണ്ടത് ഒരു സ്പെസിഫിക് ഇന്റർവെല്ലാണെങ്കിൽ അതിനെ പറഞ്ഞ പേരാണെന്ത്, ആനുറ്റി. ഇപ്പൊ വീക്കിലി അല്ലെങ്കിൽ മന്ത്ലി അല്ലെങ്കിൽ ഇയർലി അങ്ങനെ പേയ്മെന്റ് നടത്തുന്നതിനാണ് ആനുറ്റി എന്നോട് അർത്ഥമാക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നിങ്ങൾ ഒരു ബജാജ് ഫിനാൻസിൽ നിന്ന് ഒരു മൊബൈൽ ഫോൺ വാങ്ങി, ഓരോ മാസം കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഓരോ മന്ത്ലി നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ഡേറ്റിൽ ആ സ്പെസിഫിക് പീരിയഡിൽ നമ്മൾ എന്ത് നൽകേണ്ടി വരും, ആ പേയ്മെന്റ് നൽകേണ്ടി വരും. അതിനെയാണ് ആനുറ്റി കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ആനുറ്റി എന്താണ്, സീരീസ് ഓഫ് ഈക്വൽ പേയ്മെന്റ് മെയ്ഡ് അറ്റ് റെഗുലർ ഇന്റർവെല് ഫോർ എ സ്പെസിഫിക് പീരിയഡ്. അത് വീക്കിലി ആവാം, മന്ത്ലി ആവാം, ആനുവലി ആവാം. ദെൻ എന്താണ് പെർപെച്യൂറ്റി? ഇതും തന്നെയാണ് സീരീസ് ഓഫ് പേയ്മെന്റ് തന്നെയാണ്, റെഗുലർ ഇന്റർവെൽ തന്നെ. പക്ഷെ എന്ത് ചെയ്യും, ഇത് കണ്ടിന്യൂസ് ഫോർ അവർ ആണ്. നമ്മൾ എന്ത് ചെയ്യില്ല, ഒരു പ്രത്യേക പീരിയഡ് എന്ന് പറയില്ല, എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പേയ്മെന്റ് നടത്താൻ പറ്റും. അപ്പോൾ ഒരു എൻഡ് ഡേറ്റ് ഒന്നും ഇല്ലാതെ നമ്മൾ പേയ്മെന്റ് നടത്തുകയാണെങ്കിൽ അതിനെ പറഞ്ഞ പേരാണെന്ത്, പെർപെച്വാലിറ്റി. അപ്പൊ ആനുറ്റി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഒരു ടൈം തരും, ആ ടൈമിന് പേയ്മെന്റ് എടുക്കുക. പെർപെച്വാലിറ്റി ഒന്നും ഉണ്ടായിരിക്കില്ല, ഒരു ടൈമൊന്നും ഉണ്ടായിരിക്കില്ല, കണ്ടിന്യൂസ് എപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേയ്മെന്റ് നടത്താൻ പറ്റും. നെക്സ്റ്റ് വരുന്ന ഒരു ടോപ്പിക്കാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അതുമായി ബന്ധപ്പെട്ട ബേസിക് പ്രോബ്ലംസ് ചിലപ്പോൾ പരീക്ഷയ്ക്ക് വരാം. ചെറിയ ക്ലാസ്സിൽ നിന്ന് പഠിച്ച ഒരു ഏരിയയാണ് സാധാരണ പലിശയും കൂട്ടുപലിശയും. വളരെ എളുപ്പം കണ്ടെത്താൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റാണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് കാണുന്നത് ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കാറ് PNR ആണ്. പ്രിൻസിപ്പൽ, എമൗണ്ട്, ഇയർ, റേറ്റ്. 5000 രൂപ 5 കൊല്ലത്തിന് 2% റേറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര രൂപ നമുക്ക് കിട്ടും അല്ലേ? അപ്പോൾ 5000 ഇൻറ്റു 5 കൊല്ലം അല്ലെ, 5000 ഇൻറ്റു 5 ഇൻറ്റു 2% ചെയ്തെന്ത് കിട്ടും, സിമ്പിൾ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടും. ദെൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമ്മൾ ഫ്യൂച്ചർ വാല്യൂ, നിങ്ങൾ കോമ്പൗണ്ടിങ് എന്ന് പറയുന്ന ഏരിയയിൽ ഫ്യൂച്ചർ വാല്യൂ എങ്ങനെയാണോ കാണുക അതേമാതിരി തന്നെ എന്ത് കാണുക, കോമ്പൗണ്ട് ഇൻട്രസ്റ്റും. അപ്പോൾ കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞ ഏരിയ പഠിച്ചു കഴിഞ്ഞാൽ എന്തും കൂടി പഠിയും, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാനും കൂടി പഠിയും. അപ്പോൾ ഇവിടെയും എന്തുതന്നെയാണ്, ഫ്യൂച്ചറിൽ നമുക്ക് എത്ര കിട്ടും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ കോമ്പൗണ്ടിങ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്, P ഇൻറ്റു 1 + R⁻n എന്ന് പറഞ്ഞ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് എന്ത് കിട്ടും, നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ വാല്യൂ കിട്ടും. അപ്പോൾ ആ ഒരു ഏരിയ കൃത്യമായിട്ട് മനസ്സിലാക്കുക. സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ഏരിയ നമ്മുടെ സിലബസിലുണ്ട്. നെക്സ്റ്റ് ഇവിടെ വരുന്ന ഒരു ടേമാണ് ക്യാപിറ്റൽ റിക്കവറി. വളരെ സിമ്പിളായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ക്യാപിറ്റൽ റിക്കവറിയോട് അർത്ഥമാക്കുന്നത് പ്രോസസ് ഓഫ് റിക്കവറിങ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ നമ്മൾ ഒരു 5000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു, ആ 5000 രൂപ എത്ര വർഷം കൊണ്ട് നമുക്ക് കിട്ടും എന്നതാണ് ക്യാപിറ്റൽ റിക്കവറി കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ എത്ര കൊല്ലം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും, എന്താണ് ദ പ്രോസസ് ഓഫ് റിക്കവറിങ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അതിന് പറഞ്ഞ പേരാണെന്ത്, ക്യാപിറ്റൽ റിക്കവറി. ഇവിടെ വരുന്ന മറ്റൊരു ടേമാണ് ലോൺ അമോർട്ടൈസേഷൻ. 3 മാർക്കിന് വരുന്ന സാധ്യതയുള്ള ചോദ്യമാണ്. ലോൺ അമോർട്ടൈസേഷൻ അർത്ഥമാക്കുന്നത്, ഇപ്പം നമ്മളൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു കഴിഞ്ഞാൽ ലോൺ എമൗണ്ടും ഇൻട്രസ്റ്റും പാടെ കൂട്ടിയിട്ട്
നമ്മൾ എത്ര എമൗണ്ട് തിരിച്ചു നൽകേണ്ടി വരും. അപ്പോൾ എന്തൊക്കെയാണ് ബോത്ത് ലോൺ എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ്, നമ്മൾ എത്ര എമൗണ്ട് കൊടുക്കേണ്ടി വരും എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെയാണ് ലോൺ അമോർട്ടൈസേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇവിടെ 2 ടേമാണ് വന്നത്, ക്യാപിറ്റൽ റിക്കവറി അതുപോലെ ലോൺ അമോർട്ടൈസേഷൻ. 3 മാർക്കിന് വരാൻ സാധ്യതയുള്ള ചോദ്യമാണ്. കൃത്യമായിട്ട് ആ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കുക. വളരെ സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റുകളാണ്. നെക്സ്റ്റ് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട മേജറായിട്ടുള്ള ഒരു ഏരിയയാണ് സോഴ്സ് ഓഫ് ഫിനാൻസ്. ഫസ്റ്റ് മൊഡ്യൂളിൽ എസ് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്. അപ്പോൾ 10 മാർക്കിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്, സോഴ്സ് ഓഫ് ഫിനാൻസ്. 2 സോഴ്സ് ഓഫ് ഫിനാൻസുകളാണുള്ളത്, ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫിനാൻസും ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസും. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്. നമ്മുടെ ബുക്കുകളിലും സിലബസിലൊക്കെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് നൽകിയിട്ടുള്ളത് ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്. അതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്. ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് ജസ്റ്റ് നോക്കുക. ഇനി സോഴ്സ് ഓഫ് ഫിനാൻസ് നെക്സ്റ്റ് ചോദിച്ചു കഴിഞ്ഞാലും ഈ ഒരു ഭാഗം എഴുതിയാൽ മതി. ഓക്കെ അല്ല. അപ്പോൾ ഏതൊക്കെയാണ് ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ്? അതിൽ ഒന്ന് ഇക്വിറ്റി ഷെയർ ആണ്. ഇക്വിറ്റി ഷെയറിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഒരു കമ്പനീൻ്റെ റിയൽ ഓണേഴ്സ് ആണെന്നും വോട്ടിംഗ് റേറ്റ് ഉണ്ട് എന്നും, അതുപോലെ തന്നെ അവർക്ക് ഡിവിഡൻഡ് റേറ്റ് ഫിക്സഡ് അല്ല, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് നൽകിയതിനു ശേഷം മാത്രമേ ആർക്കിട്ടുള്ളൂ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് നൽകുള്ളൂ എന്നുള്ള കാര്യമൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇനി ഇക്വിറ്റി ഷെയറിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കോൺസെപ്റ്റാണ് സെറ്റ് ഇക്വിറ്റി. സെറ്റ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി അവരുടെ എംപ്ലോയീസിനോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനോ ഡിസ്കൗണ്ട് റേറ്റ് എന്ത് ചെയ്യുക, ഇക്വിറ്റി ഷെയർ നൽകുന്നതിനാണ് സെറ്റ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇഷ്യൂ ഇക്വിറ്റി ഷെയർ ഫോർ എംപ്ലോയീസ് ഓർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അറ്റ് ഡിസ്കൗണ്ട് റേറ്റ് ഈസ് കാൾഡ് സെറ്റ് ഇക്വിറ്റി. അല്ലേ, ഒരു സ്ഥാപനം അവരുടെ നല്ല എംപ്ലോയീസിന് അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് കുറഞ്ഞ വിലക്ക് അവരുടെ ഇക്വിറ്റി ഷെയർ നൽകുന്നതിനാണ് സെറ്റ് ഇക്വിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ് പ്രിഫറൻസ് ഷെയർ. അപ്പോൾ എന്താണ് പ്രിഫറൻസ് ഷെയർ? ഇവിടെ ശ്രദ്ധിക്കുക, പ്രിഫറൻസ് ഷെയറിൻ്റെ ടൈപ്സ് ഒക്കെ 6 മാർക്കിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു 8ഓളം ടൈപ്സ് ഉണ്ട്. വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം കൂടിയാണ് അല്ലേ. കുമുലേറ്റീവ്, നോൺ കുമുലേറ്റീവ്, റെഡീമബിൾ, നോൺ റെഡീമബിൾ, പാർട്ടിസിപ്പേറ്റീവ്, നോൺ പാർട്ടിസിപ്പേറ്റീവ് എന്ന് പറയുന്ന ഒരു 8ഓളം ടൈപ്സ് ഉണ്ട്. ആ ഒരു ഭാഗം കൃത്യമായിട്ട് പഠിക്കുക. നെക്സ്റ്റ് വരുന്ന സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ് ഡിബഞ്ചർ. എന്താണ് ഡിബഞ്ചർ? അല്ലേ, ഡിബഞ്ചർ എന്താണ്? ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ലോങ് ടേം ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണെന്ത് ഡിബഞ്ചർ എന്ന് പറയുന്നത്. ദെൻ ടേം ലോൺ എന്താണ് അറിഞ്ഞിരിക്കണം. ലീസ് ഫിനാൻസ് മറ്റൊരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ്. എടുത്ത് പഠിക്കേണ്ട ഒരു ഏരിയ ആണ് ലീസ്. അവിടെ എന്താണ് ഓപ്പറേറ്റിംഗ് ലീസ്, എന്താണ് ഫിനാൻസിങ് ലീസ്? ലീസ് എന്താ? പാട്ടക്കരാറാണ്. നമ്മൾ വാഹനങ്ങൾ, സ്ഥലങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് പലരും എന്ത് കൊടുക്കാറുണ്ട്, പാട്ടത്തിന് കൊടുക്കാറുണ്ട്. അതിനെ എന്ത് വന്ന് അങ്ങനെ ഫണ്ട് സ്വരൂപിക്കുന്ന ഒരു മേഖലയാണെന്ത് ലീസ് ഫിനാൻസ്. ലെസ്സറും ലെസ്സിയും തമ്മിലുള്ള കോൺട്രാക്റ്റൽ റിലേഷൻഷിപ്പാണെന്ത് ലീസ് ഫിനാൻസ്. ദെൻ വെഞ്ചർ ക്യാപിറ്റൽ, ഏഞ്ചൽ ഇൻവെസ്റ്റ്മെൻറ്റ്, വാറൻസ് ഒക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. 3 മാർക്കിനൊക്കെ ഷുവറായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്, വാറൻസ്. ദെൻ കൺവേർട്ടബിൾ സെക്യൂരിറ്റീസ്. ഏതൊക്കെ സെക്യൂരിറ്റീസ് ആണ് നമുക്ക് മറ്റില്ലേ ഷെയർ ആയിട്ടോ സ്റ്റോക്കായിട്ടൊക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റുക, അത്തരം സെക്യൂരിറ്റീസ്. അപ്പോൾ ഈ ഏരിയയിൽ നിന്ന് ആയിട്ട് ഇത് ഒരുമിച്ച് സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറഞ്ഞ ഹെഡിൽ ചോദിക്കാം. അല്ലെങ്കിൽ ഇതിലെ ഏതൊരു കോൺസെപ്റ്റും 6 മാർക്കിനോ 3 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കേണ്ട ഒരു ഏരിയയാണ് സോഴ്സ് ഓഫ് ഫിനാൻസ്. നെക്സ്റ്റ് മൊഡ്യൂൾ 2 ആണ്. മൊഡ്യൂൾ 2 ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ്. ഈ ഒരു മൊഡ്യൂളിൽ 2 ഏരിയകളാണുള്ളത്. ഒരു ഏരിയ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും മറ്റൊരു ഏരിയ ക്യാപിറ്റൽ സ്ട്രക്ചറും. അതിൽ ഫസ്റ്റ് വരുന്ന ഏരിയയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൊണ്ട് അർത്ഥമാക്കുന്നത് മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ റിക്വയർഡ് ബൈ എ ഇൻവെസ്റ്റ്മെന്റ്. നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ അതിന് പ്രതീക്ഷിക്കുന്ന മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. ഞാൻ ഒരു 1,00,000 രൂപ
ഷെയറിലോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലോ ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ എത്ര രൂപ എനിക്ക് മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ആയിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, അതിനെ പറഞ്ഞ പേരാണിത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണ്? മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ എക്സ്പെക്റ്റഡ് ടു ഗെറ്റ്, അതിന് പറഞ്ഞ പേരാണിത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ മീനിങ്, ഡെഫിനിഷന്, ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻസ്, ടൈപ്സ്, ഇത്രയും ബേസിക് കാര്യങ്ങൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. 6 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിനൊക്കെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ ടേമുകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു ഏരിയയാണത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇനി വരുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ കമ്പ്യൂട്ടേഷൻ ആണ്. 4 രീതിയിലുള്ള കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണുള്ളത്. ഒന്നാണ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, ഒന്നാണ് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ, ഒന്നാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, നാലാമത് കോസ്റ്റ് ഓഫ് റിട്ടേൺ ഏർണിങ്സ്. ഈ 4ന്റെയും പ്രോബ്ലംസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഈ ഒരു ഏരിയയിൽ നിന്നായിരിക്കും 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക. അപ്പോൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, ഇറഡീമബിൾ ഡെപ്റ്റും കാണാൻ അറിഞ്ഞിരിക്കണം, റെഡീമബിൾ ഡെപ്റ്റും കാണാൻ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് പ്രിഫറൻസും റെഡീമബിളും കാണാൻ അറിഞ്ഞിരിക്കണം. ദെൻ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് റിട്ടേൺഡ് ഏർണിങ്സും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇവിടെ മറ്റൊരു കോൺസെപ്റ്റ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള CAPM, കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയിൽ വരുന്ന ഒരു കോൺസെപ്റ്റാണ് CAPM. CAPM എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ. ഇത് പരീക്ഷയ്ക്ക് വരും. ഈ ഒരു ഏരിയ കൃത്യമായിട്ട് മനസ്സിലാക്കുക. വില്യം ഷാർപ്പിന്റെ ഒരു ടെക്നിക്കാണ് CAPM, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മെത്തേഡ് അല്ലെങ്കിൽ മോഡൽ. അതിന്റെ ഇക്വേഷനും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും പഠിച്ചേക്കാം. നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കോൺസെപ്റ്റാണ് CAPM. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഇവിടെ ആയിട്ട് പ്രോബ്ലം വരാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, WACC. അപ്പൊ അതെന്താണ്, അതിന്റെ പ്രോബ്ലംസും മീനിങ് അല്ലെ, അല്ലെങ്കിൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയും. അതായത് കോസ്റ്റ് ഓഫ് ഡെപ്റ്റും കോസ്റ്റ് ഓഫ് പ്രിഫറൻസും കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയും കോസ്റ്റ് ഓഫ് റിട്ടേൺ ഏർണിങ്സും വേറെ കൂടിയതാണത് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം ആണ്. സിമ്പിൾ ഏരിയ ആണ്. അവിടെ ബുക്ക് വാല്യൂ ഡെപ്റ്റും കാണാൻ അറിഞ്ഞിരിക്കണം, മാർക്കറ്റ് വാല്യൂ ഡെപ്റ്റും കാണാൻ അറിഞ്ഞിരിക്കണം. ആ ചോദ്യം ആയിട്ട് ഒരു പ്രോബ്ലം സാധ്യത ഈ ഒരു ചോദ്യത്തിനാണ്. അപ്പോൾ ഇവിടെ 6 മാർക്കിന് ഈ ഒരു ഏരിയയിൽ ചോദ്യങ്ങൾ നിർബന്ധമായിട്ടുണ്ടായിരിക്കും. ദെൻ CAPM മാർക്കേണ്ട ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ. നെക്സ്റ്റ് വരുന്ന ഏരിയയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലെ, പ്രൊപ്പോർഷൻ ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി. ഒരു കാര്യം ചെയ്യുമ്പോൾ എത്രമാത്രം ഓണർഷിപ്പ് ക്യാപിറ്റൽ ഉപയോഗിക്കണം, അതുപോലെ തന്നെ എത്രമാത്രം ബോറോഡ് ക്യാപിറ്റൽ ഉപയോഗിക്കണം, അതിനെ പറഞ്ഞ പേരാണെന്ത് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഇതാണ് പ്രൊപ്പോർഷൻ ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ഈസ് കോൾഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഓക്കെ അല്ലോ. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ മീനിങ്, അതിന്റെ ഡെഫിനിഷന്, ക്ലാസിഫിക്കേഷൻ ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഏരിയകളാണ്. പിന്നെ അതുപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് ഫിനാൻസിങ് സ്ട്രക്ചർ, ജസ്റ്റ് അവിടെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. അപ്പോൾ മെയിനായിട്ട് ക്യാപിറ്റൽ സ്ട്രക്ചർ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ദെൻ ഇവിടെ വരുന്ന ഒരു തിയറി ചോദ്യത്തിന് സാധ്യത ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ക്യാപിറ്റൽ സ്ട്രക്ചറാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മുൻ വർഷങ്ങളുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ റിപ്പീറ്റ് ചെയ്തു വരുന്ന ഒരു ചോദ്യമാണ് ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അവിടെ ഇന്റേണൽ ഫാക്ടേഴ്സും ഉണ്ട്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഒരിക്കലും ഈ ഒരു ചോദ്യം സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ ഒരു ഭാഗം പഠിക്കണം. 10 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തിയറി ചോദ്യമാണ്, അല്ലെങ്കിൽ 6 മാർക്കിന് വരും. ഓക്കെ ആണോ. ദെൻ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ്? ബെസ്റ്റ് മിക്സ് ഓഫ്, നമ്മൾ എന്ത് ചെയ്യുക, ഡെപ്റ്റും ഇക്വിറ്റിയും നല്ല രീതിയിൽ ഉപയോഗിക്കുക അല്ലെ. മാക്സിമം റിട്ടേൺ എന്നാണ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്, ഒപ്റ്റിമം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഡെപ്റ്റിനെയും ഇക്വിറ്റിയെയും ബെസ്റ്റ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ടാകും. അപ്പൊ എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ? പ്രൊപ്പോർഷൻ ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഫാക്ടേഴ്സ്
കൃത്യമായിട്ട് ഓരോ ഫാക്ടേഴ്സും കൃത്യമായിട്ട് പഠിക്കുക. ഇന്റേണൽ ഫാക്ടേഴ്സും പഠിക്കുക, എക്സ്റ്റേണൽ ഫാക്ടേഴ്സും പഠിക്കുക. നെക്സ്റ്റ് ഇവിടെ വരുന്ന ഒരു മറ്റൊരു ഏരിയയാണ് തിയറീസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പോൾ ഞാനിവിടെ പറയുന്നത് ഒന്നില്ലെങ്കിൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ തിയറി നിർബന്ധമായിട്ടും യൂണിവേഴ്സിറ്റി നിങ്ങളുടെ എക്സാമിന് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. തിയറീസ് വരുന്നത് 4 തിയറീസ് ആണ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ വരുന്നത്. ഒന്നാണ് നെറ്റ് ഇൻകം തിയറി. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞിരിക്കണം. നെറ്റ് ഇൻകം തിയറി എന്ന് പറഞ്ഞാൽ ഡേവിഡ് ഡുറന്റ് എന്ന് പറയുന്ന വ്യക്തിയാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ക്യാപിറ്റൽ സ്ട്രക്ചർ, അതായത് നമ്മൾ ഒരു സ്ഥാപനത്തിൽ ഡെപ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വാല്യൂ ഓഫ് ഫേമിനെ ബാധിക്കും എന്നാണ് എന്ത് പറയുന്നത്, നെറ്റ് ഇൻകം തിയറി പറയുന്നത്. എന്താണ്, നമ്മൾ ഡെപ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അല്ലേ കോസ്റ്റ് കുറയും, വാല്യൂ ഓഫ് ഫേം കൂടും എന്നാണ് പറയുന്നത്. ദെൻ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി, ഇതും ആരെയാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, ഡേവിഡ് ഡുറന്റിനെയാണ്. ഇത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. നെറ്റ് ഇൻകം തിയറിയുടെ ഓപ്പോസിറ്റ് ആണെന്ത്, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി. ഇതിൽ പറയുന്നത് നമ്മൾ ഡെപ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് എന്തിനെ ബാധിക്കൂല, വാല്യൂ ഓഫ് ഫേമിനെ ബാധിക്കില്ല. നോട്ട് അഫക്റ്റഡ് ദി വാല്യൂ ഓഫ് ഫേം. അപ്പോൾ ഇവിടെ വാല്യൂ ഓഫ് ഫേം കൂടുന്ന പറയുന്നത് ഇവിടെ നോട്ട് അഫക്റ്റഡ് ദി വാല്യൂ ഓഫ് ഫേം ആണ്. ദെൻ ട്രഡീഷണൽ തിയറി, ഇതിൻ്റെ രണ്ടിൻ്റെയും മിഡ് വേ ആണെന്ത്, ഇത് രണ്ടിൻ്റെയും കോമ്പിനേഷൻ ആണെന്ത് ട്രഡീഷണൽ തിയറി. സോളമൻ എസ്രയാണ് ട്രഡീഷണൽ തിയറി ഡെവലപ്പ് ചെയ്ത്. അതാണ് സോളമൻ എസ്രയാണ് ട്രഡീഷണൽ തിയറി ഡെവലപ്പ് ചെയ്ത്. ഇറ്റ്സ് എ മിഡ് വേ അപ്രോച്ച് ബിറ്റ്വീൻ നെറ്റ് ഇൻകം തിയറി ആൻഡ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി. അതായത് ഇവിടെ പറയുന്നത് ഫസ്റ്റ് എന്ത് ചെയ്യും, നമ്മൾ ഡെപ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വാല്യൂ ഓഫ് ഫേം കൂടുമെന്ന് പറയുന്നുണ്ട്. വീണ്ടും വീണ്ടും ഒരു ലിമിറ്റിനേക്കാൾ കൂടുതൽ നമ്മൾ ഡെപ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, വാല്യൂ ഓഫ് ഫേമിനെ അഫക്റ്റ് ചെയ്യില്ല എന്ന രീതിയിലാണ് ട്രഡീഷണൽ തിയറി പറയുന്നത്. അപ്പോൾ എന്താണ് ട്രഡീഷണൽ തിയറി, അതിൽ 3 സ്റ്റേജ് ഉണ്ട്. ആ 3 സ്റ്റേജും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് MM തിയറി, മോഡിക്ലാനി ആൻഡ് മില്ലർ തിയറി എന്നാണ്. 2 വ്യക്തികളാണ്, മോഡിക്ലാനിയും മില്ലറും എന്ന് പറഞ്ഞ 2 വ്യക്തികളാണ് ഈ തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ഇറലവന്റ് തിയറിയാണ്. ഏറ്റവും മെയിൻ കോൺസെപ്റ്റ് ആണ് എന്താണ്, ഇറലവന്റ് തിയറിയാണ്. ഇറലവന്റ് തിയറി അതായത് ഡെപ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തിനെ ബാധിക്കില്ല, വാല്യൂ ഓഫ് ഫേമിനെ ബാധിക്കില്ല. ഇവരിത് 2 രീതിയിൽ പറയുന്നുണ്ട്, വിത്ത് ടാക്സും വിത്തൗട്ട് ടാക്സും. ടാക്സ് ഇല്ലെങ്കിൽ വാല്യൂ ഓഫ് ഫേമിനെ ബാധിക്കില്ല എന്നും ടാക്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് വാല്യൂ ഓഫ് ഫേമിനെ ബാധിക്കും എന്ന രീതിയിലും MM അപ്രോച്ച് പറയുന്നുണ്ട്. അപ്പോൾ 4 തിയറി ഏതൊക്കെയാണ്, നെറ്റ് ഇൻകം തിയറി, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി, ട്രഡീഷണൽ തിയറി, MM തിയറി. പിന്നീട് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഏരിയയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാനിങ്. ഇവിടെ 2 കോൺസെപ്റ്റാണ് അറിഞ്ഞിരിക്കേണ്ടത്. എന്താണ് EBIT, ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. എന്താണ് EPS, ഏർണിംഗ് പെർ ഷെയർ. EBIT എന്ന് പറഞ്ഞാൽ അല്ലേ എക്സ്പാൻഷൻ മാത്രം അറിഞ്ഞാൽ മതി, ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. EPS എന്ന് പറഞ്ഞാൽ ഏർണിംഗ് പെർ ഷെയർ, അതായത് നെറ്റ് ഏർണിങ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആണെന്ത് EPS. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് EBIT എന്നും പഠിയും, എന്താണ് EPS എന്നും പഠിയും. അപ്പോൾ കൃത്യമായിട്ട് ഈ ഒരു ഏരിയ മനസ്സിലാക്കുക. EBIT എന്ന് പറഞ്ഞാൽ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ്. EPS എന്ന് പറഞ്ഞാൽ ഏർണിംഗ് പെർ ഷെയർ ആണ്. നെറ്റ് ഏർണിങ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇസ് കാൾഡ് EPS. പിന്നീട് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട വളരെ സിമ്പിൾ ആയിട്ടുള്ള 2 കോൺസെപ്റ്റാണ്. ഒരിക്കലും ഈ ഒരു കോൺസെപ്റ്റ് ഒന്നും അറിഞ്ഞിരിക്കരുത്, മാർക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു കോൺസെപ്റ്റുകളാണ്. ROIയും അതുപോലെ തന്നെ ROEയും. ROI എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, ROE എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഓൺ ഇക്വിറ്റി. നമ്മൾ ROI കാണുക, ജസ്റ്റ് ഇൻകം അല്ലെങ്കിൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇൻകം അല്ലെങ്കിൽ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കിട്ടും. ഇനി ROE റിട്ടേൺ ഓൺ ഇക്വിറ്റി കാണും, ഇക്വിറ്റി ആണ്. ജസ്റ്റ് ആ ഇക്വിറ്റി എന്നുള്ള മാറ്റം മാത്രമേ ഉള്ളൂ ROE.
അല്ലേ? ഇൻകം അല്ലെങ്കിൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ എന്താണ്? ഇക്വിറ്റി ഷെയർസ്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ROI എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ROE എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഓൺ ഇക്വിറ്റി ആണ്. നെക്സ്റ്റ് തേർഡ് മൊഡ്യൂൾ വളരെ പ്രധാനപ്പെട്ട മൊഡ്യൂളാണ്. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ബജറ്റിംഗ് എന്ന് പറയും. നമ്മൾ ഒരു ലോങ് ടേം ഡിസിഷൻസ് എടുക്കുന്നതിനാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ബജറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ലോങ് ടേം ഡിസിഷൻസ് അബൌട്ട് എ പ്രൊജക്ട്. അപ്പം നമ്മൾ ഏത് പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള ഒരു ലോങ് ടേം ഡിസിഷൻസ്. ഈ ഒരു ടേം ആണ് ഇതിന്റെ മേജർ ഏരിയ. അപ്പൊ ലോങ് ടേം ഡിസിഷൻസ് ആണിത് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ്. മറ്റൊരു പേരാണിത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ എന്നൊക്കെ പറയും. അപ്പൊ ഏതൊക്കെ പേരുണ്ട്? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ ഉണ്ട്, ദെൻ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ്. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം എന്താണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എടുക്കുന്നതിനാണ് പറയുന്നത് ക്യാപിറ്റൽ ബജറ്റിംഗ് എന്ന് പറയുന്നത്. അതിന്റെ മീനിങ് ഡെഫിനിഷൻ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാം. ഫീച്ചേഴ്സ്, റോൾ ആൻഡ് ഇമ്പോർട്ടൻസ്, ദെൻ ക്യാപിറ്റൽ ബജറ്റിംഗിന്റെ പ്രോസസ്സ്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. ഈ ഒരു പ്രോസസ്സ് കൃത്യമായിട്ട് പഠിക്കാം. ഇനി ഇവിടെ വരുന്ന മേജർ ആയിട്ടുള്ള ഏരിയയാണ്, തിയറിക്കും പ്രാധാന്യമുണ്ട് പ്രോബ്ലത്തിനും പ്രാധാന്യമുള്ള ഒരു ഏരിയയാണ് ടെക്നിക്സ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് ക്യാപിറ്റൽ ബജറ്റിംഗ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ്. ഇവിടെ 2 ടെക്നിക്കാണ് വരുന്നത്. ഒന്ന് ട്രഡീഷണൽ ടെക്നിക്കും മറ്റൊന്ന് മോഡേൺ ടെക്നിക്കും. ട്രഡീഷണൽ ടെക്നിക്കിനെ നോൺ ഡിസ്കൗണ്ടഡ് ടെക്നിക്കെന്നും മോഡേൺ ടെക്നിക്കിനെ ഡിസ്കൗണ്ടഡ് ടെക്നിക്കെന്നും പറയും. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ട്രഡീഷണൽ ടെക്നിക്ക് അല്ലെങ്കിൽ നോൺ ഡിസ്കൗണ്ട് ടെക്നിക്കിൽ വരുന്നതാണ് പേ ബാക്ക് പീരിയഡ്. എന്താണ് പേ ബാക്ക് പീരിയഡ്? കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതിന്റെ പ്രോബ്ലം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. പേ ബാക്ക് പീരിയഡ് എന്ന് പറഞ്ഞാൽ അല്ലെ, ഒരു ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് റിക്കവർ ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് എന്ത്? പേ ബാക്ക് പീരിയഡ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ അല്ല? അപ്പൊ അതിൽ 2 രീതിയിൽ പേ ബാക്ക് പീരിയഡ് കാണാണ്ട്, ക്യാഷ് ഇൻഫ്ലോ ഈക്വൽ ആവുമ്പോഴും ക്യാഷ് ഇൻഫ്ലോ അൺഈക്വൽ ആവുമ്പോഴും. അപ്പൊ പേ ബാക്ക് പീരിയഡ് കാൽക്കുലേഷൻസ് നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു ഏരിയയാണ്. ദെൻ പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി ജസ്റ്റ് ആ പേരൊന്ന് അറിഞ്ഞാൽ മതി, വലിയ പ്രാധാന്യമില്ല. അതിന്റെ ഇക്വേഷനും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നീട് ഇവിടെ അറിഞ്ഞിരിക്കേണ്ടതാണ് ARR, അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ. ARRന്റെ ഫുൾ ഫോം എന്താണ്? അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ. ARR എന്താണെന്നും അതിന്റെ പ്രോബ്ലംസും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് 2 ഭാഗം ഞാൻ പറഞ്ഞത്, ഒന്ന് പേ ബാക്ക് പീരിയഡ് അതിന്റെ പ്രോബ്ലം, ARR അതിന്റെ പ്രോബ്ലം. ARRന്റെ ഫുൾ ഫോം അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ. നെക്സ്റ്റ് മോഡേൺ മെത്തേഡ് ആണ്. അപ്പൊ ട്രഡീഷണൽ മെത്തേഡ് 3 പറഞ്ഞത്: പേ ബാക്ക് പീരിയഡ്, പോസ്റ്റ് പേ ബാക്ക്, പ്രോഫിറ്റബിലിറ്റി, ARR. ദെൻ മോഡേൺ മെത്തേഡ് അല്ലെങ്കിൽ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്ക്. ഇവിടെ എന്ത് ചെയ്യും? ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യും. അപ്പോൾ ഈ ട്രഡീഷണൽ മെത്തേഡും മോഡേൺ മെത്തേഡും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്ന് വെച്ചാൽ, ട്രഡീഷണൽ മെത്തേഡിൽ എന്ത് കൺസിഡർ ചെയ്യില്ല? ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യില്ല. മോഡേൺ മെത്തേഡിൽ എന്ത് ചെയ്യും? ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യും. ഇവിടെ വരുന്നത് മോഡേൺ മെത്തേഡ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ടെക്നിക്കിൽ ഒന്നാണ് ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ്. ജസ്റ്റ് ആ പേരൊന്ന് അറിഞ്ഞിരുന്നാൽ മതി, വലിയൊരു പ്രാധാന്യമില്ല. നെക്സ്റ്റ് വരുന്ന മെത്തേഡാണ് നെറ്റ് പ്രസന്റ് വാല്യൂ മെത്തേഡ്. ഇവിടെ ശ്രദ്ധിക്കുക, പ്രോബ്ലം വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് NPV. കൃത്യമായിട്ട് മനസ്സിലാക്കുക. അല്ലെങ്കിൽ NPV എന്താണെന്നും അതിന്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. NPV എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പഠിക്കുക. ഡിഫറൻസ് ബിറ്റ്വീൻ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ? അതിനെ പറഞ്ഞ പേരാണിത് നെറ്റ് പ്രസന്റ് വാല്യൂ. അത് നമ്മൾ ടേബിൾ വാല്യൂ വെച്ചിട്ടാണ് ആ ഒരു പ്രോബ്ലം ചെയ്യാം. വളരെ എളുപ്പമുള്ളൊരു പ്രോബ്ലം ഏരിയയാണ്. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ആ ടേബിൾ വാല്യൂറ്റ് ക്യാഷ് ഇൻഫ്ലോ എന്ത് ചെയ്യാം, ഗുണിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ കിട്ടും. അതിന് ഔട്ട്ഫ്ലോ കുറച്ച് കഴിഞ്ഞാൽ എന്തായി? NPV ആയി. ഒരു ഡിഫിക്കൽറ്റും ഇല്ലാത്തൊരു ഏരിയയാണ്, കൃത്യമായിട്ട് മനസ്സിലാക്കാം.
നെക്സ്റ്റ് വരുന്നതാണ് PI, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്, അല്ലെങ്കിൽ ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ എന്ന് പറയും. നമ്മൾ NPV ഡിഫറൻസ് ആണ് കണ്ടെങ്കിൽ ഇവിടെ എന്താണ്, ഡിവിഷൻ ആണ്, ഹരിക്കാനാണ് അല്ലെ. പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ എന്നത് ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ അല്ലെങ്കിൽ PI. എന്താണ്, പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. പിന്നീട് വരുന്ന ഒരു ഏരിയയാണ് പിന്നീട് നാലാമത്തെ ടെക്നിക്കാണ് IRR, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട തിയറീസും പ്രോബ്ലംസും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇവിടെ രണ്ട് രീതിയിൽ ചോദ്യമുണ്ട്. വെൻ ക്യാഷ് ഇൻഫ്ലോ ഈക്വൽ ആകുമ്പോഴും വെൻ ക്യാഷ് ഇൻഫ്ലോ അൺഈക്വൽ ആകുമ്പോഴും. ശരിക്കും നമ്മൾ NPV പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. NPV 0 ആണെങ്കിൽ അതിനെ പറഞ്ഞ പേരാണെന്ത്, IRR. അതായത് ടോട്ടൽ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഈക്വൽ ടു ടോട്ടൽ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. അതാണെന്ത്, IRR. IRR ഇസ് ദി പോയിന്റ് വെൻ NPV ബിക്കം 0. അതായത് ക്യാഷ് ഇൻഫ്ലോ ക്യാഷ് ഔട്ട്ഫ്ലോക്ക് ഈക്വൽ ആവാം. അപ്പൊ കൃത്യമായിട്ട് തിയറി ചിലപ്പോൾ എസ് ആയിട്ട് വരാം. ടെക്നിക്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഏതൊക്കെയാണ്, ട്രഡീഷണൽ ടെക്നിക്കും മോഡേൺ ടെക്നിക്കും. ട്രഡീഷണൽ ടെക്നിക്കിൽ പേ ബാക്ക് പീരിയഡ്, പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി ARR. മോഡേൺ മെത്തേഡിൽ ഡിസ്കൗണ്ട് പേ ബാക്ക് പീരിയഡ് NPV, PI, IRR. ഇനി വരുന്ന ഒരു ഏരിയയാണ് റിസ്ക് അനാലിസിസ് ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ഈ ഒരു ഏരിയയിൽ നിന്നും ചോദ്യം വരാൻ സാധ്യതയുണ്ട്. നമ്മൾ അറിയാം ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് എന്തുമായി ബന്ധപ്പെട്ടാണ്, റിസ്ക് അസോസിയേറ്റഡ് ആണ്. നമ്മളൊരു പ്രൊജക്റ്റ് ആക്സെപ്റ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കുക, അതിന് എത്രമാത്രം റിസ്ക് ഉണ്ട് എന്നാണ്. പിന്നെ നമ്മൾ എന്തും കൂടി കൺസിഡർ ചെയ്യും, റിട്ടേൺ കൂടി കഴിയും. അപ്പോൾ റിസ്ക്കും റിട്ടേണും നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക, ഒരു പ്രൊജക്റ്റ് നമ്മൾ ആക്സെപ്റ്റ് ആണോ റിജക്റ്റ് ആണോ നോക്കുക. അപ്പോൾ റിസ്ക് അനാലിസിസിന് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിന് വളരെ അധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ റിസ്ക് അനാലിസിസും ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിന്റെ ഒരു 3 ടെക്നിക്ക് അല്ലെങ്കിൽ 3 മെത്തേഡ്സ് ആണ് പഠിക്കാനുള്ളത്. ഒന്നാണ് സെൻസിറ്റിവിറ്റി അനാലിസിസ്, മറ്റൊന്നാണ് സിനാരിയോ അനാലിസിസ്, മറ്റൊന്നാണ് മോണ്ടോ കാർലോ സിമുലേഷൻ. അപ്പൊ ഈ 3 കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ്, സെൻസിറ്റിവിറ്റി അനാലിസിസ്, സിനാരിയോ അനാലിസിസ്, മോണ്ടോ കാർലോ സിമുലേഷൻ. നെക്സ്റ്റ് 4th മൊഡ്യൂള് ഡിവിഡൻഡ് ഡിസിഷൻസ് ആണ്. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് എമംഗ് ഷെയർ ഹോൾഡേഴ്സ് ആണെന്ന്. ഡിവിഡൻഡ് എന്താണ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് എമംഗ് ഷെയർ ഹോൾഡേഴ്സ്. ഒരു കമ്പനി അവരുടെ പ്രോഫിറ്റിന്റെ ഭാഗം ഷെയർ ഹോൾഡേഴ്സിന് വീതിക്കുന്നതിനാണ് ഡിവിഡൻഡ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു കമ്പനി അവരുടെ പ്രോഫിറ്റിന്റെ ഭാഗം, ഡിവിസിബിൾ പ്രോഫിറ്റ് അല്ലെ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിവിസിബിൾ പ്രോഫിറ്റ് എമംഗ് ഷെയർ ഹോൾഡേഴ്സ് ഈസ് കാൾഡ് ഡിവിഡൻഡ്. ദെൻ ഡിവിഡൻഡ് ടൈപ്സുകൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. സ്ക്രിപ്റ്റ് ഡിവിഡൻഡ് എന്താണ്, സ്റ്റോക്ക് ഡിവിഡൻഡ് എന്താണെന്നൊക്കെ ഓരോ ഡിവിഡൻഡും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ദെൻ ഡിവിഡൻഡ് പോളിസി, അതിൻ്റെ മീനിങ്, ഒബ്ജക്റ്റീവ്സ്, ദെൻ അതുമായി ബന്ധപ്പെട്ട ഫാക്ടേഴ്സ്, ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് പോളിസി. ഇത്രയും കോൺസെപ്റ്റ് കൂടി ഇവിടെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നീട് വരുന്ന മേജർ ഏരിയയാണ് തിയറീസ് ഓഫ് ഡിവിഡൻഡ് പോളിസി. നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ കുറച്ച് തിയറീസ് പറഞ്ഞിരുന്നു. റെലവൻറ്റ് തിയറിയും ഇറലവൻറ്റ് തിയറിയും ഒക്കെ അവിടെ പറഞ്ഞിരുന്നു. ഡിവിഡൻഡ് പോളിസിയിലുണ്ട് കുറേ തിയറീസ്. ഇവിടെ 3 തിയറിയാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഒന്ന് തിയറി തന്നെയാണ്, നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ പഠിച്ച സെയിം തിയറി തന്നെയാണ് മോഡിക്ലാനി ആൻഡ് മില്ലർ തിയറി. ഇതെന്താണ്, ഇറലവൻറ്റ് തിയറിയാണ് മെയിനായിട്ട്. ഞാൻ അവിടെയും പറഞ്ഞാണ് എന്ത് ചെയ്യില്ല അല്ലേ, ഇവിടെ നമ്മൾ ഡിവിഡൻഡ് പോളിസി ബാധിക്കില്ല, ഇറലവൻ്റ് ആണ്. അപ്പോൾ എന്താണ് തിയറി, അതിൻ്റെ അസംഷന്, അതിൻ്റെ മാത്തമാറ്റിക്കൽ ഫോർമുല ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ദെൻ വാൾട്ടേഴ്സ് ഡിവിഡൻഡ്, അതെന്താണ്, റെലവൻറ്റ് തിയറിയാണ്. വാൾട്ടേഴ്സിൻ്റെ റെലവൻറ്റ് തിയറിയാണ്. ദെൻ ഗോൾഡൻ മോഡലും റെലവൻറ്റ് തിയറിയാണ്. അപ്പോൾ മോഡിക്ലാനി മില്ലർ തിയറി അറിഞ്ഞിരിക്കണം, വാൾട്ടർ തിയറി അറിഞ്ഞിരിക്കണം, ഗോൾഡൻ തിയറി അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ എസ് ആയിട്ടൊക്കെ ഈ ഒരു ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഡിവിഡൻഡിനും
എന്ത് വരും, ചോദ്യങ്ങൾ വരും എസ് ആയിട്ടോ അല്ലെങ്കിൽ 5 മാർക്കിന് ഏതെങ്കിലും തിയറോ, 5 മാർക്കല്ല 6 മാർക്കിന് ഏതെങ്കിലും തിയറോ അല്ലെങ്കിൽ എസ് ആയിട്ടൊക്കെ ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ 4 മൊഡ്യൂളുകളാണ് FM-ൽ പറഞ്ഞത്. ഫസ്റ്റ് മൊഡ്യൂള് അല്ലേ ടൈം വാല്യൂ ഓഫ് മണി, അതുപോലെ തന്നെ സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്. സെക്കൻഡ് മൊഡ്യൂൾ പറഞ്ഞത് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ്. തേർഡ് മൊഡ്യൂള് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് ആണ്. ഫോർത്ത് മൊഡ്യൂള് ഡിവിഡൻഡ് ഡിസിഷൻസ് ആണ്. ഓരോ മൊഡ്യൂളിനും നല്ലോണം പ്രാധാന്യം നൽകി പഠിക്കാം. പ്രോബ്ലം ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് പേ ബാക്ക് പീരീഡ്, NPV, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ട പ്രോബ്ലംസ് അത്രയും ഭാഗങ്ങളാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.